ക്രിക്കറ്റ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. ഇന്ന് തോൽക്കുന്ന ടീം ആദ്യമായിട്ട് IPL പുറത്താകുന്ന കാഴ്ച കാണാം. അപ്പൊ രണ്ടു പേർക്കും വിജയിച്ച പറ്റി മുംബൈ ഇന്ത്യൻസ് ഇപ്പോ തുടരെ തോൽവി കാഴ്ച വരുന്നത്. LSGയുടെ അവസ്ഥയും ഒരേപോലെ തന്നെയാണ്. അപ്പൊ രണ്ട് പരിതാപകരമായ ടീം ഈ സീസണിൽ രണ്ട് ബെസ്റ്റ് ടീം എന്ന് ചോദിച്ചാൽ മുംബൈ ലക്നൗ ആണ്. മുംബൈക്ക് സ്കോഡ് ഉണ്ട്, പക്ഷെ വിജയിക്കാൻ പറ്റില്ല. ലക്നൌവിന് അങ്ങനെയല്ല. ലക്നൌവിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. അവർക്ക് പല പ്ലേയേഴ്സിനും ഇഞ്ചുറി ആയിട്ടുണ്ട്, പല പ്ലേയേഴ്സിനും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ജോഷ് ഇംഗ്ലീഷ് ഇന്ന് കളിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ പിച്ച് റിപ്പോർട്ടും ടീം ന്യൂസും മറ്റു പ്രോബിൾ കാര്യങ്ങളൊന്നും വിശദമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ മത്സരം നടക്കുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. അപ്പോൾ ഒരു വലിയ സ്കോർ തന്നെ ഇന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മുംബൈ ഇന്ത്യൻസിന് ഇന്ന് വിജയിച്ചേ പറ്റൂ. LSGക്കും ഒരേ അവസ്ഥയാണ്. അപ്പൊ രണ്ട് മികച്ച പോരാട്ടം കാണാൻ പറ്റും. നമുക്കൊന്ന് പെട്ടെന്ന് പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിച്ച് കണ്ടീഷൻ ഇപ്പോൾ വലിയ സ്കോറിലേക്ക് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. 200-220 വരാൻ ചാൻസ് ഉണ്ട്. വാങ്കഡെ സ്റ്റേഡിയമാണ്, നമുക്കറിയാം നൈറ്റ് ഗെയിമാണ്. മികച്ച പ്രകടനത്തിന് സാധ്യതയുണ്ട്. പിന്നെ മഴയ്ക്കൊരു ചാൻസും ഇല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുംറ മിച്ചിൽ മാഷത്തിൽ നല്ല റെക്കോർഡില്ല പ്ലെയറാണ്. അതേപോലെ ഏഡൻ മാർക്കറത്തിനെതിരെയും. പക്ഷേ ബുംറയ്ക്ക് ഋഷഭ് പന്തിന് അത്ര വലിയ റെക്കോർഡില്ല. നിക്കോളാസ് പൂരൻ പക്ഷേ ഈ സീസൺ അത്ര മികച്ച ഫോമിലല്ല ഉള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വരെ മുന്നിൽ ജോഷ് ഇംഗ്ലീഷ് കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഷമിക്ക് ഇപ്പൊ ഈ സീസണിൽ ബെസ്റ്റ് എക്കണോമി റേറ്റ് ഉണ്ട്, അതുകൂടി നമ്മൾ എടുത്ത് പറയണം. പിന്നെ മോഹസിൻ ഖാന്റെ കാര്യം, മോഹസിൻ ഖാൻ ഈ സീസണിൽ മികച്ച ഫോമിലാണ്. അപ്പോൾ എന്തും ഇന്ന് സംഭവിക്കാൻ പറ്റും. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മോഹസിൻ ഖാന് ഇഞ്ചുറി പ്രശ്നങ്ങൾ, പക്ഷെ അദ്ദേഹം ഇന്ന് കളിക്കുന്നതെന്ന് വിചാരിക്കും. അദ്ദേഹം മാത്രമാണ് LSGക്ക് വേണ്ടിയിട്ട് അതായത് പ്രധാനപ്പെട്ട ബോളറായിട്ട് കാണാൻ പറ്റുന്നത്. ഷമിയും മോഹസിൻ ഖാനും രണ്ടു പേരും, മറ്റാരും അത്ര മികച്ച രീതിയിൽ അറിയുന്നില്ല. പിന്നെ ഇപ്പൊ നമാൻബീറിന്റെ കാര്യം, നമാൻബീർ ഇപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഇന്ന് വൺഡൗണിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹം ടോപ്പ് ഓർഡറിലേക്ക് വരുമെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിലിപ്പോ ഹർദിക് പാണ്ഡ്യയുടെ ഫോം മുംബൈക്ക് വലിയ പ്രശ്നമാണ്. ബൗളിങ്ങിൽ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട് മുംബൈക്ക്. LSGയുടെ ബാറ്റിംഗിലാണ് മിച്ചിൽ മാഷ് മാത്രമാണ് ഒരു അല്പ ടച്ചിലുള്ളത്. വൈഡൻ മാർക്കർ ഫോമിലാണ്. നിക്കോളാസ് പൂരൻ അതിനാണ് കളിക്കുന്നത് പോലും അറിയില്ല. ഒരു പക്ഷെ അദ്ദേഹത്തിന് ജോഷ് ഇംഗ്ലീഷ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ രോഹിത് അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹം റോബിൻ വിൽസനെ റീപ്ലേസ് ചെയ്യും, പക്ഷെ അതിപ്പോ ഡൗട്ട്ഫുൾ ആണ്. ഒരു പക്ഷെ അദ്ദേഹം കളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റിക്കിൾട്ടൺ രോഹിത്തും കൂടെ ഓപ്പൺ ചെയ്താൽ ദിൽ ജാക്സി നമ്പർ 5 നമ്പർ 4 ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ ഷാർദുൽ താക്കൂറും ഒരു പക്ഷേ കളിച്ചേക്കും. അങ്ങനെയാണ് പിഷ് പകൽ പുറത്തേക്ക് കാണാൻ ചാൻസ്. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഇംഗ്ലീഷിന്റെ കാര്യം, ഇംഗ്ലീഷ് ഒരു പക്ഷേ ഇന്ന് കളിക്കുമെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞല്ലോ. നിക്കോളാസ് പൂറിനെ ഒരു പക്ഷെ അവർ പുറത്തിരുത്താൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്പർ 3 ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പൊ അറിയപ്പെടുന്ന കാര്യം. അങ്ങനെയാണ് രണ്ട് ടീമിന്റെ ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് LSGയുടെ കാര്യം നോക്കാം. മിച്ചിൽ മാഷും ഈഡൻ മാർക്കറും കൂടി ഓപ്പൺ ചെയ്താൽ നമ്പർ 3 ഋഷഭ് പന്ത്, നമ്പർ 4 ജോഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിക്കോളാസ് പൂരൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. നമ്പർ 5 ആയുഷ് പട്ടേൽ കളിക്കുമ്പോൾ നമ്പർ 6 ഹിമ്മത്ത് സിംഗ് കളിക്കും. നമ്പർ 7 മുകുൾ ചൗധരി, നമ്പർ 8 ജോർജ് ലിൻഡെ വരും. നമ്പർ 9 ഷമി കളിച്ചാൽ 10 പ്രിൻസ് അത് കളിക്കും. 11 മോഹസിൻ ഖാൻ കളിച്ചാൽ ഇമ്പാക്ട് ആയിട്ട് ദിഗ്വേഷ് രാത്രി വരാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. മറ്റു മുംബൈയുടെ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് രോഹിത് ശർമ്മയും നമ്മുടെ റോബിൻ മിൻസ് അതായത് ഇനി മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റയാൻ റിക്കിൾട്ടന്റെ രോഹിത് ശർമ്മ റോബിൻ മിൻസ് കളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ 3 ദിൽ ജാക്സി, നമ്പർ 4 നമൻദീർ, നമ്പർ 5 ഹർദിക് പാണ്ഡ്യ, നമ്പർ 6 സൂര്യകുമാർ, നമ്പർ 7 തിലക് വർമ്മ, നമ്പർ 8 ഷാർദുൽ താക്കൂർ, നമ്പർ 9 ട്രെന്റ് ബോൾട്ട്, നമ്പർ 10 അല്ലാഹ് സൻഫർ, നമ്പർ 11 ജസ്പ്രീത് ബുംറ. ഇമ്പാക്ട് ആയിട്ട് രോഹിത് ശർമ്മ വരാൻ ചാൻസ് ഉണ്ട്. മികച്ച പോരാട്ടങ്ങൾ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും മത്സരത്തിൽ മുംബൈ വിജയിക്കുക നമ്മുടെ അഭിപ്രായം. അപ്പോൾ ഇടയ്ക്കുള്ള കൂടുതൽ വിശേഷങ്ങളായി നമ്മൾ വീണ്ടും എത്താം.